എസ് ക്ലാസ് ദ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു കാറാണ് എസ് ക്ലാസ്. നമ്മളതിൻ്റെ റിവ്യൂസെല്ലാം കൊണ്ടുവരാനുള്ള പുതിയ വണ്ടി വെച്ചിട്ടാണ്. അപ്പോൾ അത് ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ ഉണ്ടാവാറ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 3 വർഷം പഴക്കമുള്ള ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള 42,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഒരു ലോങ് ടേം റിവ്യൂ ആണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ നമ്മൾ ശരിക്കും യൂസർ എക്സ്പീരിയൻസ് പോലെയാണ് കൊണ്ടുവരുന്നത്. ഇത് ആക്ച്വലി ബ്രിഡ്ജ്വേ മോട്ടോഴ്സിൻ്റെ കർട്ടസി കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എക്സ്ട്രീംലി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വണ്ടിയുടെ സിറ്റുവേഷൻ എന്താ, സ്റ്റാറ്റസ് എന്താ, എത്രത്തോളം ഇതെല്ലാം റിലയബിൾ ആണ്, ഇതെല്ലാം നമ്മൾ നോക്കുന്നത്. സോ ഓൾ മൈ വെൽസ്, വെൽക്കം ടു ഫ്ലൈവേ. ഈ ലേറ്റസ്റ്റ് ജനറേഷൻ എസ് ക്ലാസ്സിന് 223 എന്നാണ് പറയപ്പെടുന്നത്. 222 ആയിരുന്നു കഴിഞ്ഞ ജനറേഷൻ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഒരു 8 വർഷമാണ് സാധാരണ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ഏകദേശം ഒരു 3.5-4 വർഷത്തിനുള്ളിൽ ഫേസ് ലിഫ്റ്റ് വരാറുണ്ട്. ഇതിപ്പോൾ 2018 ഇറങ്ങിയ വണ്ടിയാണ്. ഇന്ത്യയിലെത്തുമ്പോഴേക്ക് 2019 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷത്തിലുള്ള സ്റ്റിൽ നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒന്നും കാണാനില്ല. ഇതെന്തുകൊണ്ട്? അതുപോലെ തന്നെ ഈ ഒരു ജനറേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണോ? ഇതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് ആണ്. അത് ഏതെങ്കിലും പുതിയ ജനറേഷൻ വരാറുള്ളപ്പോൾ ഇപ്പം കുറച്ച് കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ടും ഈ എസ് ക്ലാസ്സിന് ഈ ഒരു ടൈറ്റിലിന് അർഹനാണോ? അതുപോലെ തന്നെ എസ് ക്ലാസിൻ്റെ പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന കുറച്ച് എലമെൻറ്റ്സ്, കംഫർട്ട്, സേഫ്റ്റി, അതുപോലെ തന്നെ ടെക്നോളജി, ഇതെല്ലാം തന്നെ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? കാരണം ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എസ് ക്ലാസ് ആണ്. ഇത് ആദ്യം കൊണ്ടുവന്നിരുന്ന എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ CBU ആയിരുന്നു, AMG ബോഡി കിറ്റിലായിട്ട് ഫുള്ളി ലോഡ് ആയിട്ട് വണ്ടിയായിരുന്നു. ഇതിൽ കുറച്ച് ലോഡിങ്ങിൽ കുറച്ചിട്ടായിരുന്നു വന്നിരുന്നത്. അന്നത്തെ ഏറ്റവും ഫീച്ചർ ആയിട്ടുള്ള കാറുകൾ ഒന്നായിരുന്നു എസ് ക്ലാസ്. ഇന്നിപ്പം അതല്ല, മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള 7 സീരീസിൽ വന്ന് ഭയങ്കര ലോഡിംഗ് ആയിട്ടാണ്. പക്ഷേ ആ ലോഡിങ്ങിൽ വന്നാലും എസ് ക്ലാസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം ഇപ്പം SUVയുടെ മാർക്കറ്റാണ് കൂടി വരുന്നത്. സിഡാൻസ് കുറയുന്നുണ്ട്. എസ് ക്ലാസ് പോലുള്ള വലിയ സിഡാൻസും ആളുകൾ വാങ്ങുന്നത് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസും കയറി ഇറങ്ങാനുള്ള സൗകര്യം, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് എന്നിപ്പോൾ വലിയ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. എങ്കിലും എസ് ക്ലാസ്സിനായിട്ട് ഒരു മാർക്കറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും ഡിസൈനിലൊന്നും കാര്യമായി മാറ്റമൊന്നുമില്ല. നമുക്ക് എക്സ്ട്രാ ഡിസൈൻ നോക്കാനില്ല. പക്ഷേ നമുക്കൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നുള്ളത് നമുക്ക് നോക്കാം. നോർമലി നമ്മൾ റീസെൻ്റ്ലി കണ്ട മെർസിഡീസിലെ ചേഞ്ചുകൾ, ഫേസ് ലിഫ്റ്റ് വരാറില്ല, ഫ്രണ്ടിലും വരാറില്ല, സൈഡ് പ്രൊഫൈലൊന്നും വലിയ മാറ്റം വരാറില്ല. മേ ബി ഒരു വീലിൽ ചേഞ്ചെല്ലാം വരും. അതെല്ലാം നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ ചെയ്യാവുന്ന കാര്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലൊരു മാറ്റം വരികയാണെങ്കിൽ വരാവുന്ന ഒരു ചാൻസ് ഉള്ള വലിയൊരു ഗ്രില്ലാവാനാണ്. ഈ ഒരു ഗ്രില്ലിൻ്റെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടോ വലുപ്പം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് BMW എലമെൻ്റായിട്ട് കാണാറ്. മെർസിഡീസിൽ പണ്ട് വന്നത് തന്നെ വലിയ ഗ്രിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ പറയുന്നൊരു മോഡലാണ് 123. 123 എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ഗ്രില്ലായിരുന്നു. 124 വലുതുണ്ടായിരുന്നു. ഫേസ് ലിഫ്റ്റ് കാണുമ്പോൾ ചെറുതായി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായി വരികയാണ് ചെയ്തത്. ഇപ്പോൾ പിന്നിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ പുതിയൊരു GLC കണ്ടിരുന്നു. പഴയ ഗ്രില്ലിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഗ്രില്ലാണ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നിലേക്ക് പോകുമ്പോൾ 126, 116 അങ്ങനെ ബാക്കിലേക്കുള്ള എസ് ക്ലാസ്സിലെല്ലാം വന്ന വലിയ ഗ്രില്ലാണ്. നമ്മൾ കണ്ടില്ല ആ ചെക്ക് സ്റ്റൈല്. അതും ചിലപ്പോൾ വരാൻ ചാൻസ്, മേ ബി ഉള്ളിൽ ചിലപ്പം സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഡിസൈൻ ആവാം. ഇത്രയും ഇറങ്ങിക്കുന്ന ഒരു ഗ്രില്ലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൈറ്റിൽ വലിയൊരു മാറ്റം ചിലപ്പം വരുന്നില്ലെങ്കിലും ഷേപ്പിലൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വരാൻ ചാൻസ് ഉള്ളത് ഉള്ളിലുള്ള ക്ലസ്റ്ററിലാണ്. കാരണം ഇവർ ലൈറ്റിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതന്നെ ഡിജിറ്റൽ ലൈറ്റായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോമായിട്ടുള്ള ലൈറ്റ് എന്തെങ്കിലും വരും. പിന്നെ നമുക്ക് ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഈ സ്പോട്ട് 3 നമ്മളൊരു സ്റ്റാർ പോലെ മുമ്പ് മുതൽ എസ് ക്ലാസ്സിൽ കണ്ടാണ് 3 ലൈന് 3 ഡോട്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു യൂണിക്നെസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ആ 3 പോയിൻറ്റ് സ്റ്റാറാണ് ഇപ്പോൾ LED ആയിട്ട് കാണാറുള്ള DRL. അത് ചിലപ്പോൾ 2 or 3 വരാനുള്ള ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും എയർവെൻ്റ് ഡിസൈനിലൊരു മാറ്റം കൊണ്ടുവരും. കുറച്ചുകൂടെ ക്രോം എലമെൻറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. ബാക്കി ഫ്രണ്ടിൽ ബോണറ്റിലോ മറ്റൊന്നും തന്നെ ചേഞ്ച് ഉണ്ടാവില്ല. ഇതെല്ലാം മാറ്റണ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അഫെയറാണ്. ഈ ചേഞ്ച് ആയിരിക്കും വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇപ്പം കാണിച്ചിരിക്കുന്ന പോലെ AI ജനറേറ്റഡ് ആയിട്ടും CG ആയിട്ടുള്ള ഇമേജ് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റിൽ പറയാം. പിന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മേജർ ചേഞ്ച് ഈ ടെയിൽ ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ക്ലസ്റ്ററിലായിരിക്കും, ആ ഡിസൈനിൽ. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള, അതുപോലെ തന്നെ C ക്ലാസ്സും CLAയിലും അതുപോലെ തന്നെ GLCയിലെല്ലാം കണ്ടുവന്നിട്ടുള്ള ആ 3 പോയിൻറ്റ് സ്റ്റാർ ഗ്രാഫിക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഏത് പാറ്റേണിൽ വരും എന്നുള്ളത് കണ്ടറിനെ കാണുന്നുണ്ട്. കാരണം ഈ ക്ലാസ്സിലെ പാറ്റേൺ ഒരു 3 സ്റ്റാറുള്ള രീതിയിലായിരിക്കും ഇതിൽ വരാൻ ചാൻസ്. കാരണം അഗൈൻ 3 സ്റ്റാർ ഫോർ എസ് ക്ലാസ് എന്നുള്ളതിൽ. പിന്നെ ഇതിലൊന്നും തന്നെ ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. ബമ്പറിൽ ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം. കാരണം ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന എക്സോസ്റ്റ് എന്ന് പറഞ്ഞത്
ഫേക്ക് എക്സോസ് എല്ലാവരും വിളിക്കുന്ന പോലെ ഒരു ഡിസൈൻ എലമെൻറ്റ് മാത്രം. ഇനി ഗോയിങ് ഫോർവേഡ് എത്രത്തോളം എക്സോസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇലക്ട്രിക് വണ്ടികളെല്ലാം വരുന്നതുകൊണ്ട് എക്സോസിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. മേ ബി ഈ ഒരു ജനറേഷൻ കൂടെ ഒരു പുതിയ എക്സോസ് ഡിസൈൻ കൂടെ കീപ്പ് ചെയ്തേക്കാം. എന്നാൽ ഇത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ലോവർ എൻഡ് പാർട്ട് ഓഫ് ദ ബമ്പർ. വേറെ ചേഞ്ചസ് ഒന്നും വരാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പൊതുവേ മെർസിഡീസ് എസ് ക്ലാസ്സിലെല്ലാം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആൻറ്റിന ആണ്, പുറമെ ഷാർക്ക് ആൻറ്റിന കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എലമെൻസും ഒന്നും വരാനില്ല. അപ്പോൾ ഈ ഇത്തരം ചേഞ്ചസ് ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. ഈ ചെറിയ ചേഞ്ചസിൽ തന്നെ ചിലപ്പം നല്ല റിഫ്രഷ് ആയിട്ട് തോന്നിയേക്കാം. എന്തായാലും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇമേജസ് എന്നെല്ലാം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെന്നുള്ള കമൻറ്റിൽ പറയാം. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഒന്ന് ഇതിൻ്റെ കംഫർട്ടും പിന്നുള്ള ഇൻഫർടൈൻമെൻറ്റ് ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം എസ് ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇൻറ്റീരിയറിൽ ഒരു വെർട്ടിക്കൽ സ്ക്രീനാണുള്ളത്, 2 സ്ക്രീൻ ഓപ്ഷനാണുള്ളത്. 7 സീരീസ് നമുക്ക് ഫുള്ളി ഹൊറിസോണ്ടലായിട്ട് 2 സ്ക്രീൻ ഓപ്ഷനാണുള്ളത്. ഈ ഒരു സ്ക്രീൻ ഓപ്ഷൻ മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമായിരുന്നു പുതിയ ഡിസൈൻ്റെ. അതിൻ്റെ ഹൈപ്പർ സ്ക്രീനും സൂപ്പർ സ്ക്രീനെല്ലാം വന്ന് അത് ഇതിൻ്റെ ഒരു എവല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസൈൻ പാറ്റേൺ ആ ഒരു മെർസിഡീസിൻ്റെ ഫാമിലി ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലുള്ള കുറച്ചുകൂടി ഗ്ലിസൺ ഗ്ലാമർ ഈ ഒരു വേരിയൻറ്റിൽ കുറവാണ്. ഇന്ത്യയിൽ വന്നിരുന്ന ഫസ്റ്റ് വന്ന എഡിഷൻ 1 കുറച്ചുകൂടിയും അപ്പർ ഫീൽ ഉണ്ടായിരുന്നു, അപ്പർ മാർക്കറ്റ് ഫീൽ. അത് 7 സീരീസിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഒരു മാക്സിമം ലോഡഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയിൽ 7 സീരീസ് കൊണ്ടുവന്നുള്ളത്. ഇത് കുറേ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് തോന്നുന്നത്. ഓപ്പൺ പോർ വുഡാണുള്ളത്. അതേപോലെ തന്നെ അതിൽ ഫ്രണ്ടിൽ കുറേ ഫീച്ചേഴ്സ് കുറവാണ്. സീറ്റ് കൂളിങ്ങും മസാജൊന്നും വരുന്നില്ല. പിന്നെ ഇൻഫർടൈൻമെൻറ്റിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് ബർമസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ബർമസിൻ്റെ 4D സൗണ്ട് സിസ്റ്റം മുതലുള്ള സിസ്റ്റംസ് ഉണ്ട്, 3D സൗണ്ട് സിസ്റ്റം അല്ല, അതെല്ലാം തന്നെ ടോപ്പ് എൻഡ് ആണ്. BMW വന്ന സിസ്റ്റത്തിനേക്കാളും വേ ബെറ്റർ ആണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ബർമസിൻ്റെ കുറച്ച് ലോവർ എൻഡ് സെഗ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ട്വിറ്ററിൻ്റെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ട്വിറ്റർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഈസ് നോട്ട് ബാഡ്, എങ്കിലും കുറച്ചുകൂടിയും പ്രീമിയം ആവാമായിരുന്നു. പിന്നെ ഞാൻ കരുതിയിരുന്ന കുറേ സ്ക്രാച്ച് എലമെൻസിലൊന്നും തോന്നിയിരുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ എല്ലാം തന്നെ ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ലെതറേറ്റ് സീറ്റായിരുന്നു. ഈ പുതിയതിൽ ഇപ്പോൾ നാപ്പ ലെതർ വരുന്നുണ്ട്. അപ്പോൾ അതും കമ്പയർ ചെയ്യുമ്പം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കംഫർട്ട് മെർസിഡീസിൻ്റെ ആണ് കുറച്ചുകൂടി ബെറ്റർ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. കാണുമ്പം കുറച്ചൊരു ലീനിയൻ്റ് ആയിട്ട് തോന്നുന്ന സീറ്റാണ്. നല്ല പ്ലഷി സീറ്റാണ്, നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ ഏറ്റവും സുഖം എനിക്ക് തോന്നുന്നത് മെർസിഡീസിൻ്റെ സീറ്റാണ്. അത് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സീറ്റ് പൊസിഷൻ ലഭിക്കുന്നുണ്ട്. വളരെ കുറച്ച് കാറുകൾ റിയർ സീറ്റ് കോൺസെൻട്രേറ്റ് ഡെവലപ്പറിൽ, അതിൽ എസ് ക്ലാസ് ആണ് വൺ ഓഫ് ദം. അതുകൊണ്ട് തന്നെ റിയർ സീറ്റ് എപ്പോഴും ഒരു പ്രോമിനൻറ്റ് പ്ലേസ് ആണ് എസ് ക്ലാസ്സിൽ. കുറച്ച് ഹയർ സീറ്റിംഗ് ആണ്, എന്നാലും കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. പിന്നെ ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഇരിക്കുന്ന ഒരു നോർമൽ പൊസിഷനിൽ ഇത്രയും നമുക്ക് നീ റൂമും ലെഗ് റൂമും തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ഒരുപാടുണ്ട്, ഷോൾഡർ റൂമുണ്ട്. 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റർ ആം റെസ്റ്റ് ഒക്കെ വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 പേർക്കാണ്. പിന്നെ ഇവിടെ ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷോഫർ പാക്കേജിലേക്ക് പോകും, നമുക്കൊരു ബിസിനസ് ക്ലാസ് ഫീൽ കിട്ടും. അതിനനുസരിച്ച് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സും അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾസും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ മറ്റൊരു ടാബ്ലറ്റും ഇവിടെ ഉണ്ട്, ഇതിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ USB-C ചാർജസും HDMI പോർട്ടും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിയർ AC ഉണ്ട്, അതും 2 ക്ലൈമറ്റ് സോണ് സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ പറഞ്ഞാൽ ഈ തലയാണയാണ്. തലയാണ ശരിക്കും ഡക്ക് ഫെദർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 7 സീരീസിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു തലയാണ് അതിലുള്ള മെയിൻ എലമെൻ്റ്. അതാണ് റിയർ സീറ്റ് പാസഞ്ചർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീച്ചേഴ്സ് വൈസ് 7 സീരീസിൽ ഒരുപാട് ഫീച്ചേഴ്സും സ്ക്രീനെല്ലാം ഉണ്ടെങ്കിലും ട്രാവലിംഗ് കംഫർട്ട് എനിക്ക് കൂടുതൽ ബെറ്ററായി തോന്നിയിട്ടുള്ള എസ് ക്ലാസ്സിലാണ്. ഇത്രയും മോശമായ റോഡിലും എസ് ക്ലാസിൻ്റെ സസ്പെൻഷൻ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടെന്ന് ആസ്വദിക്കും. ഈ 3 വർഷം പഴക്കമുള്ള വണ്ടിക്കും സസ്പെൻഷൻ സ്റ്റിൽ സ്ട്രോങ്. ഒരു 3 കൊല്ലം പഴക്കമുള്ള 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു എസ് ക്ലാസ് വലിയൊരു ഓട്ടമൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു കാറാണ്. അത് ഒരാൾ ഉപയോഗിച്ചല്ല, പല ടൈപ്പ് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള കാറാകുമ്പോൾ നമുക്ക് ശരിക്കും ആ യൂസിബിലിറ്റി ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 3 കൊല്ലം കൊണ്ട് ചില കാറുകളെല്ലാം നമുക്കറിയാം ചിലപ്പോൾ 1 ലക്ഷം കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ടോ ചില ആളുകൾ. അപ്പോൾ അത്രയൊന്നും പോയിട്ടില്ലെങ്കിൽ കൂടി നല്ലൊരു
യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ഇതൊന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനതിപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന 2.9 ലിറ്ററിൻ്റെ ഇൻലൈൻ 6 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 282 HP പവറും 600 Nm ടോർക്കുള്ള. ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന S400D ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ അതിനേക്കാൾ പവർ കുറഞ്ഞിട്ടും പിന്നെ അതുപോലെ ഇത് റിയർ വീൽ ഡ്രൈവ് മാത്രമായിട്ടുള്ള വണ്ടിയാണ്. എങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സോളിഡ് ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. എൻജിൻ്റെ റെസ്പോൺസ് റിഫൈൻഡ് ആണ്. ഡീസലായിട്ട് ചെറിയൊരു മർമറിങ് ഉണ്ടെന്നല്ലാതെ റിഫൈൻഡ് ആണ്. ഗിയർ ബോക്സ് അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്. ചില സമയത്ത് ഗിയർ ബോക്സ് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും ഏത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ആവണം എന്നുള്ളത്. അപ്പം ഒരു 5th എന്നുള്ള ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പം 3rd 4th ഏതിലൊക്കെയാണെന്നുള്ളൊരു ചെറിയൊരു ഇതുമാതിരി തോന്നുമ്പോൾ ആ ഒരു ജെർക്ക് തോന്നിക്കും. അത് ഒരു സംഗതി ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ വേറെ എല്ലാ സമയത്തും എഞ്ചിൻ്റെ ഗിയർ ബോക്സ് ആയിരുന്നു വലിയ പ്രശ്നമില്ല. ഈവൻ ദോ നമ്മളെ നാട്ടിലെ ഫ്യൂൽ ക്വാളിറ്റി എല്ലാം കുറവാണെങ്കിൽ സാധാരണ ഈ ഡീസലിന് കുറച്ചുകൂടി സൗണ്ട് കൂടാറുണ്ട്. പുറമെ കുറച്ച് സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്നാലും നല്ലൊരു ഗ്രണ്ടുള്ള സൗണ്ട് ഉണ്ട്. അതല്ലാതെ ഉള്ളിലേക്ക് ആ റിഫൈൻമെൻറ്റ് ലെവലൊന്നും കുറഞ്ഞിട്ടില്ല. അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ ഇതിലിപ്പോൾ ഉള്ളത് പുതിയ ടയറാണ്. അപ്പോൾ പുതിയ ടയറാകുമ്പോൾ തന്നെ മുമ്പത്തെ ടയർ എത്രണ്ണം മാറി എന്നുള്ളതും അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ കിട്ടി എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വിവരം കിട്ടിയ ഉടനെ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതാണ് ടയറായിരിക്കും ഒരു കാര്യം മാറിയിട്ടുണ്ടാവും. ബ്രേക്ക് പാഡ്സ് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ റെഗുലർ സർവീസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് സ്ക്രാച്ചുകളെല്ലാം ഉണ്ട് എന്നുള്ളത്, വേറെ മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തന്നെ റിപ്പയറുകൾ കാര്യമൊന്നും വരാത്തതുകൊണ്ട് ബാക്കിയെല്ലാം സോളിഡായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരു സംഗതി തോന്നിയില്ല, സാധാരണ ഒരു ആക്സിലേറ്റർ പെഡൽ കൊടുക്കുമ്പോഴുള്ള ഒരു സ്മൂത്ത് ഒരു സോഫ്റ്റ് ഫീലുണ്ട്. അത് കുറച്ച് ടൈറ്റായ മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം എൻ്റെ അടുത്ത് നമ്മൾ അജാസായിരുന്നു വണ്ടി എടുത്തത് പറഞ്ഞപ്പോൾ എടുത്ത സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ പിന്നീട് ഓടിക്കുമ്പോൾ എനിക്ക് ആ ഒരു കുറച്ച് കട്ടിയുള്ള പോലെ, ഭയങ്കര സ്മൂത്തല്ല. അപ്പോൾ അത് ചിലപ്പം ഈ പറഞ്ഞ ഡസ്റ്റോ കാര്യങ്ങളോ അതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കോ മറ്റെല്ലാം കുടുങ്ങിയിട്ടാവാം. അതല്ലാതെ ഓടിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു പ്രശ്നം ഡ്രൈവിംഗ് ആസ്പെക്റ്റിൽ തോന്നിയിട്ടില്ല. പിന്നെ ഈ ലെതർ സ്റ്റിയറിങ്ങിൽ എപ്പോഴുള്ളൊരു കാര്യമാണ്. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ മുമ്പ് ഞാൻ കാറിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലൊരു സ്മൂത്ത്നെസ് വരാറുണ്ട്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതിനേക്കാളും കുറച്ചുകൂടെ രസമായിട്ട് തോന്നാറുണ്ട്. സാധാരണ വുഡൻ സ്റ്റിയറിംഗ് ഉണ്ട്, അത് വേറെ ഫീലാണ്. പക്ഷേ ഇങ്ങനത്തെ ലെതർ റാപ്പ് ആകുമ്പം ലെതറിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ സുഖമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത്രയാണ് മാക്സിമം സൗണ്ട് വരുന്നത്. പിന്നെ ഇതിൽ സ്പോർട്ട് മോഡ് ഉണ്ട്. സ്പോർട്ട് മോഡ് ഇടുമ്പോഴുള്ള ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ ഹൈവേയിലെത്തിയാൽ തന്നെ ശരിക്കും കാണാം. ഇപ്പോൾ എല്ലാം ഞാൻ കൂടുതലും കംഫർട്ട് മോഡിലാണ് പോയിട്ടില്ല. പിന്നെ ഈ ഒരു 50 കയറുകൊണ്ട് വരണം. നമുക്ക് ഒട്ടുമിക്ക സ്ഥലത്തും അടി തട്ടാതെ തന്നെ പോയിട്ടുണ്ട്. നമുക്ക് ചില സ്ഥലത്ത് അങ്ങനെ അടി തട്ടും തോന്നിക്കഴിഞ്ഞാൽ വണ്ടി കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ചെറിയൊരു സ്ലാബിന് ഇരുന്ന് പോയ ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യാതെ വരുമ്പോൾ തട്ടുന്ന തോന്നിയ ചെറിയൊരു ക്രാഷ് ആയിട്ട് പിന്നെ ലിഫ്റ്റ് ചെയ്തപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, തട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് ശരിക്കും. എന്നാൽ മേജറായിട്ടുള്ള ചില സ്ഥലത്ത് ചിലപ്പം തടി തട്ടായിരിക്കില്ല. അപ്പം ഞാൻ സ്പോർട്ട് മോഡിലേക്ക് ഇടാണ്. വെൽ റെസ്പോണ്ടിങ് ആണ് ശരിക്കും. നല്ലൊരു ഫീല് ആ പവർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഒരു മോഡ് കൂടെ ഉണ്ട്, സ്പോർട്ട് പ്ലസ് ആണ്. അവിടെയും നമുക്ക് നല്ല ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞാൻ അധികം സ്പീഡിൽ പോകുന്നില്ല. എന്നാണെങ്കിലും നമുക്ക് ഒരു 3 കൊല്ലം പഴക്കമുള്ള ഇത്ര ഓടിയൊരു വണ്ടി എന്നുള്ള പ്രശ്നം ഇല്ല. ഇനിയുള്ളത് നമുക്ക് സർവീസ് കോസ്റ്റുകളാണ്. അത് ഞാൻ എന്തായാലും കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുള്ള കോസ്റ്റുകൾ ഇവിടെ ഷെയർ ചെയ്യാം. സോ ഒരു എസ് ക്ലാസിനെ ലോങ് ടേമർ കൊണ്ടുവരാൻ ഒരു എളുപ്പമുള്ള കാര്യമില്ല. നമ്മൾക്ക് അങ്ങനെ എസ് ക്ലാസ് ഉപയോഗിക്കുന്ന ആൾക്കാർ വണ്ടികൾ ചിലപ്പം കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തരണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ മാറി ഉപയോഗിക്കുമ്പോൾ മാക്സിമം റഫായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷയുള്ളത്. എന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് എസ് ക്ലാസ് എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത്. ബീങ് ആൻ എസ് ക്ലാസ് ലവർ ഓൾവേസ് വോണ്ട് ടു സീ ഇൻ ദ പിനാക്കിൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളിൽ ലേറ്റ് ആയതുകൊണ്ട് ഇനി പുതിയ വരുന്നതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായില്ല. മേജർലി എൻജിൻ ചെറുക്കർച്ചൊന്ന് അപ്ഗ്രേഡ്സ് വരുമായിരിക്കും. മൈൽഡ് ഹൈബ്രിഡ് മോഡൽ ഡീസലെല്ലാം വരും. ഹൈബ്രിഡ് മോഡൽസ് ഉണ്ടാവും. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, V8ഉം V12ഉം മെർസിഡീസ് റീറ്റെയിൻ ചെയ്യുന്നതാണ്. അതൊരു അടിപൊളി സംഗതിയാണ്. പിന്നെ എഡാസിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എല്ലാം എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അതെല്ലാം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്ത വർഷം 2026 പുതിയ എസ് ക്ലാസ് വരുന്നുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു എസ് ക്ലാസ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എസ് ക്ലാസിനേക്കാളും എസ് ക്ലാസ് മാബാക്കാണ് ഇന്ത്യയിൽ കൂടുതൽ പോകുന്നതെന്നുള്ളത്.
അപ്പോൾ അത് വലിയൊരു ഷിഫ്റ്റാണ്. കാരണം ഇന്ത്യൻ ടോപ്പ് ആൻഡ് ബയേഴ്സിനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി കൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മാർക്കറ്റിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും എസ് ക്ലാസ് മൈബാക്ക് നമ്മൾ ഒരുപാട് കൊണ്ടുവന്നതാണ്. ഇനി ലോങ് ടേമർ എസ് ക്ലാസ് മൈബാക്ക് കിട്ടുവാണെങ്കിൽ ഞാനത് കൊണ്ടുവരും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു എസ് ക്ലാസ് ലോങ് ടേമർ റിവ്യൂ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം അത് ഷെയർ ചെയ്യുക. കാണാൻ താല്പര്യമുള്ളവർക്കെല്ലാം വീഡിയോ അയച്ചു കൊടുക്കുക. അത് ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ കമൻറ്റ് എല്ലാം ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കറിയുക. അടുത്താണ് മറ്റൊരു ലോങ് ടേമർ റിവ്യൂ കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.